ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പ്രസ്ഥാനത്തിലൂടെ ശാസ്ത്ര പ്രചാരകനായി അതിലൂടെ അന്ധവിശ്വാസത്തെയും ലോകക്രമത്തെയും നിശ്ചയിക്കാൻ ലോക വികസനത്തിന് സമാധാനത്തിന് വികസനത്തിനൊക്കെ വേണ്ടി ശാസ്ത്ര പ്രചാരകനായി മാറുന്നു എന്ന പ്രത്യേകത കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു. അതുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആശയം എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ എം പി മണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ എം പി മണി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് CPM രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമപ്പുറം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നത് ഒരു ജനകീയ പ്രസ്ഥാനമായി മാറ്റുക, ശാസ്ത്ര പ്രചാരകണം എന്നത് ലോക നിർമ്മിതിയുടെ ഭാഗമാക്കുക, ഇങ്ങനെ വലിയൊരു സന്ദേശം മുന്നോട്ട് വെച്ച വ്യക്തി കൂടിയാണല്ലോ അദ്ദേഹം. എങ്ങനെ അനുസ്മരിക്കാം അദ്ദേഹത്തെ? അദ്ദേഹം ഈ ശാസ്ത്രം എന്ന് വെച്ചാൽ അത് ജനങ്ങളുടെ പടച്ചട്ടയാണ്. അതായത് അന്ധവിശ്വാസങ്ങൾക്കും ഫ്യൂഡൽ ചിന്താഗതികൾക്കുമെതിരെ ശാസ്ത്രം എന്ന ആയുധം അണിയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മാത്രമല്ല, ഈ എല്ലാ രംഗത്തും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശാസ്ത്രീയ ചിന്താഗതി വളർത്തിയെടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു. അതായത് ആഗോളതാപനം, സ്ഥലജല വായു മലിനീകരണം, വിഭവനാശം തുടങ്ങിയ എല്ലാ നെഗറ്റീവ് ഭാഗങ്ങളിലും കറക്ഷൻ വേണം എന്ന് അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു. നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതികളുടെ തുടക്കം മുതൽ 100% ശാസ്ത്രീയമായിരിക്കണം, ജനപങ്കാളിത്തത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അത് ഇതുപോലൊരു വ്യക്തിത്വം നമുക്ക് വേറെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ശാസ്ത്രത്തെ സ്നേഹിക്കുകയും അത് ജനങ്ങളിൽ എത്തിക്കണമെന്ന് മോഹിക്കുകയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ശാസ്ത്ര ചിന്താഗതികളിലൂടെ മാത്രമേ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനായിരുന്നു ഡോക്ടർ എം പി. യഥാർത്ഥത്തിൽ CPM-ന്റെ ഒരു നഷ്ടം കൂടിയായിരുന്നു. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാടെടുക്കുമ്പോൾ അത് പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. പക്ഷേ സമീപകാലത്ത് തിരിച്ചറിയേണ്ട കാര്യം, 4000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ആറ്റമിക് എനർജി കമ്മീഷനിൽ ജോലി ഉപേക്ഷിച്ചാണ് ചിന്തയിൽ വന്നിരുന്നത്. അതായത് ഈ സോഷ്യലിസത്തെ ഇത്രമാത്രം സ്നേഹിക്കുമായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ 4ാം ലോക സിദ്ധാന്തം വേണ്ട രീതിയിൽ പാർട്ടി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. റഷ്യയിൽ എന്ത് സംഭവിച്ചു? റഷ്യയിൽ സംഭവിച്ച ജനങ്ങളും പാർട്ടിയും തമ്മിൽ അകന്നു പോയതാണ്. അതുകൊണ്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം 4ാം ലോക സിദ്ധാന്തം അവതരിപ്പിച്ചത്. അതിന്റെ ആദ്യ റൗണ്ട് ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോ അത് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിട്ട്, പാർട്ടി പുറത്താക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് സാങ്കേതികമായി എന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ശാസ്ത്ര ചിന്താഗതികളും സോഷ്യലിസ്റ്റ് വീക്ഷണവും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയതുകൊണ്ട് ഇല്ലാതാകുന്നില്ല. അത് പാർട്ടി മനസ്സിലാക്കാതിരുന്നതാണ് പ്രശ്നം. പലപ്പോഴും ഈ CPM-ൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമ്പോഴും അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം, മാർക്സും എംഗൽസും വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് താൻ ഇപ്പോഴും കേരളത്തിൽ പറയുന്നത്. അപ്പോൾ താൻ പറയുന്ന തൻ്റെ വാദങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്തുണയുണ്ട്, പിൻബലമുണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം വാദിച്ചത്. പക്ഷേ അത് അന്ന് CPM തിരിച്ചറിഞ്ഞില്ല, അല്ലേ? CPM ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് പ്രത്യേകം. അതായത് ഈ എന്താണ് ശാസ്ത്രീയ സോഷ്യലിസം എന്നാണ് കമ്മ്യൂണിസത്തെ കാർൽ മാർക്സ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ഈ ചിന്താഗതികളൊക്കെ ശാസ്ത്രീയമായിരിക്കണം. അതായത് പരിഷത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ചോദിച്ചാൽ ജനപക്ഷ രാഷ്ട്രീയമാണ് എന്നായിരുന്നു ഡോക്ടർ എം പിയുടെ മറുപടി. നമ്മൾ അതിപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഈ പലപ്പോഴും ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തിന് നമുക്ക് ഏറെ പ്രസക്തി ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ, മാറുന്ന ലോക സാഹചര്യങ്ങൾ, കേരളത്തിലടക്കമുണ്ടാകുന്ന പ്രതിസന്ധി, ഈ ഘട്ടങ്ങളിലൊക്കെ പല തീരുമാനങ്ങൾ എടുക്കാനും ഭരണാധികാരികൾക്ക്, സർക്കാരുകൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. അപ്പോൾ ആശയങ്ങളുടെ ഒരു വലിയ പ്രയോക്താവ് കൂടിയായിരുന്നു ഡോക്ടർ എം പി പരമേശ്വരൻ എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ മുൻകാല അനുഭവങ്ങളും പലതുണ്ട് നമുക്ക് പറയാൻ. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എം പി പരമേശ്വരനെ ഓർത്തെടുക്കേണ്ടത് ആ രീതിയിൽ കൂടിയല്ലേ? അല്ലാതെ കാർൽ മാർക്സിന്റെ ഈ ഏംഗൽസിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം, നമ്മൾ അവിടെയാണ് പോകേണ്ടത്. രണ്ട് വൈരുദ്ധ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് ഒരു പുതിയ സിദ്ധാന്തം ഉയർത്തിയിരിക്കുന്നത്. അതായിരുന്നു ഡോക്ടർ എം പി പരമേശ്വരന്റെ സിദ്ധാന്തം. ഈ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇന്നത്തെ സഖാക്കൾക്ക് അതിന്റെ ശാസ്ത്രീയ വശം അറിയാതെ പോകുന്നതാണ് നമ്മുടെ എന്റെ ശാപം. ഒരുപക്ഷെ നമുക്ക് ഈ സാധാരണ ആളുകൾക്ക് എം പി പരമേശ്വരനെ അല്പം കൂടി അടുത്തറിയാൻ കഴിയുന്ന കാര്യം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ സാക്ഷരതാ യജ്ഞം, പുകയില്ലാത്ത അടുപ്പെന്ന ആശയം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. മുമ്പ് ഒരിക്കൽ ഭോപ്പാലിലേക്ക് അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ ഒരു യാത്രക്കിടയിൽ പ്രവർത്തകർക്ക് നാരങ്ങാവെള്ളം ഉണ്ടാക്കി അന്ന്
മിച്ചം വന്ന ആ നാരങ്ങ തൊണ്ട് എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിൽ അത് നമുക്ക് അച്ചാറാക്കാമെന്ന ഒരു സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ച് അദ്ദേഹത്തെ ഇപ്പോൾ അനുസ്മരിക്കുന്ന പലരെയും കാണാനാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശയങ്ങളുടെ പ്രയോക്താവ് എന്ന രീതിയിൽ കൂടി നമുക്ക് പറയേണ്ടി വരിക അല്ലേ? അല്ല, അദ്ദേഹത്തിന് അടുത്തറിഞ്ഞ് അദ്ദേഹത്തിനോട് നിരവധി ചർച്ചകൾ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഈ ഹോമിയോപ്പതിയിൽ പ്ലാസിബോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഔഷധം ഇല്ലാത്തതും എന്നാൽ ഔഷധമാണെന്നുള്ള ബോധത്തോടു കൂടി രോഗികൾക്ക് കൊടുക്കുന്നതിനാണ് പ്ലാസിബോ എന്ന് പറയുന്നത്. അപ്പൊ ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ വന്നു അദ്ദേഹത്തിന്റെ മറുപടി, ശർക്കരപ്പാനി ഉണ്ടാക്കിയ പോരെ ഇതിനെ നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നതെന്ന്. അപ്പോ ഈ ഒരുപാട് സംശയങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ചർച്ച ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് ആലോചിക്കേണ്ട സമയമില്ല, വളരെ പെട്ടെന്നാണ് മറുപടി വരുന്നത്. അപ്പോ അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനായിരുന്നു, എന്ന് സംശയമൊന്നും വേണ്ട. വളരെ നന്ദി ഡോക്ടർ എം എസ് മാണി അത് അനുസ്മരിച്ചതിന്. എന്തായാലും അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ ആരായിരുന്നു MP പരമേശ്വരൻ എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് നമുക്ക് മുന്നിലുണ്ടാകുന്നത്. ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിലുള്ള ആളുകൾ 92 വയസ്സിൽ നിന്ന് അദ്ദേഹം വിട വാങ്ങുമ്പോൾ MP പരമേശ്വരൻ ആരായിരുന്നു എന്ന് ഓർത്തെടുക്കേണ്ട ഒരു വളരെ സുപ്രധാനമായ ഘട്ടം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത്. ആശയങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ, ഇടതുപക്ഷ ആശയങ്ങളുടെ, അതിനെ ഇന്ത്യൻ ലോക സാഹചര്യങ്ങളുമായി കൂട്ടിയിണക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു. എത്ര വലിയ ഉയർന്ന സാഹചര്യങ്ങളിൽ നിന്നും ജനകീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കണം, സാധാരണക്കാരനാവണമെന്ന് ചിന്തിച്ച് വന്നയാളാണ് എന്ന പ്രത്യേകത കൂടിയാണ് MP പരമേശ്വരൻ. ഈ ഘട്ടത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിടവ് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്ന സാഹചര്യം. ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. CPM രാഷ്ട്രീയത്തിനൊപ്പമാണ് പോയത്. പിൻകാലത്ത് അദ്ദേഹത്തിന് 4ാം ലോകവാദ തർക്കങ്ങളിലൊക്കെ പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അതൊരു വലിയ വിവാദ കാലഘട്ടമായിരുന്നു. പക്ഷേ MP പരമേശ്വരൻ യഥാർത്ഥത്തിൽ CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഒരു വലിയ നഷ്ടമായി പിന്നീട് മാറി എന്നതാണ് സാഹചര്യം. പുതിയ കാലഘട്ടത്തിൽ, പുതിയ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ MP പരമേശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരു CPM-കാരൻ പോലും, ഒരുപക്ഷെ പുറമേക്ക് പറയില്ലെങ്കിൽ കൂടിയും അത് ആഗ്രഹിക്കാത്ത CPM-കാരൻ പോലും ഉണ്ടാവില്ല, ഇടതുപക്ഷ പ്രവർത്തകരുണ്ടാവില്ല എന്നാണ് സാഹചര്യം. ജനകീയ ശാസ്ത്രജ്ഞനായിരുന്നു, നിരവധി ആശയങ്ങളുടെ പ്രയോക്താവായിരുന്നു. സാക്ഷരതായജ്ഞം പോലെയുള്ള ഒരു ലോകത്തിന് മാതൃകയായ ഒരു പ്രസ്ഥാനം ഇന്ത്യയിലെ എത്രയോ സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ ഈ ആശയത്തെ പിന്നീട് കടം കൊണ്ടു എന്നുകൂടി നമുക്ക് ഓർത്തെടുക്കേണ്ടതുണ്ട്. പുകയില്ലാത്ത അടുപ്പ് പോലെയുള്ള വലിയ ആശയങ്ങളുടെ പ്രയോക്ത കൂടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.